തൃശൂർ ചേലക്കര വാഴക്കോടും കാട്ടാന ഇറങ്ങി കേട്ടോ. ഇന്നലെ ആറ്റൂരിൽ ഇറങ്ങിയ ഒറ്റയാൻ ബൈക്ക് യാത്രികനെ ആക്രമിച്ചിരുന്നു. ആറ്റൂരിലെ ഒറ്റയാനെ മയക്കുവെടി വെച്ച് സ്ഥലത്ത് നിന്ന് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. MS ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, ആനയെ തുരത്തി ഓടിക്കാൻ കഴിഞ്ഞോ? ഈ നാട്ടുകാരുടെ ആവശ്യം കുറെ കാലമായി ഉള്ളതാണ്. ഇത് ശാശ്വത പരിഹാരമെന്നാണ് അവരുടെ ആവശ്യം. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുമെന്ന് അവരിപ്പോഴും പ്രതീക്ഷിക്കുകയാണല്ലേ? തീർച്ചയായും മോദി, നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ അത് വാഴക്കോട് ഉള്ളതാണ്. അവിടെ നിന്ന് കുറച്ച് നീങ്ങിയാലാണ് ആറ്റൂർ എന്ന് പറയുന്ന സ്ഥലം. ആറ്റൂർ പാറപ്പുറത്താണ് ഞാനുള്ളത്. ഇവിടെ ഇന്നലെ ഈ മേഖല, ഞാൻ ഈ നിൽക്കുന്ന മേഖലയിലൊക്കെ തന്നെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ആന മതിൽ പൊളിച്ചിട്ടിരിക്കുന്നതാണ്. അതായത് ഇന്നലെ വൈകുന്നേരമാണ് അനീഷ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രദേശവാസി, അദ്ദേഹത്തെ ബൈക്കിൽ പോകുന്ന സമയത്ത് കാട്ടാനയുടെ മുന്നിൽ അദ്ദേഹം പെടുകയും ബൈക്ക് ഉപേക്ഷിച്ച് അദ്ദേഹം ഓടുകയും ചെയ്തു. ആ സമയത്ത് ബൈക്ക് ആക്രമിക്കുകയും അനീഷിന് പുറകെ ആന ഓടി വരികയും ചെയ്തു. അനീഷ് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വളരെ ഒരു അപകടാവസ്ഥയിലായിരുന്നു. അതായത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അതെ അതെ, നല്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതിനാണ്. ഞാൻ കടയിൽ നിന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് ഞാൻ ഫോൺ വെച്ചിട്ട് ഒരു 10 അടി വന്നിട്ട് തിരിച്ചു പോണ വഴിക്കാണ് റോട്ടിൽ നിന്നത്. അപ്പോൾ നമ്മൾ ഈ 10 അടി വന്നത് അവിടെ വഴിയിലുണ്ടാവും എന്നുള്ള പോയ വഴിയല്ലേ വിചാരിച്ചിട്ടാണ് വരുന്നത്. ആ വന്ന വഴിക്ക് നേരെ റോട്ടിൽ നിൽക്കുമായിരുന്നു. അവിടുന്ന് റോട്ടിൽ നിന്ന് ഞാൻ നേരെ മൂട്ടിൽ പെട്ട വഴിക്ക് ഇത് ചിഹ്നം വിളിച്ചിട്ട് 2 അടി മുന്നോട്ട് പോയതിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതേ സ്പീഡിൽ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ബൈക്കിട്ട് ഓടി. അത് വന്ന് ബൈക്കിനൊക്കെ തട്ടി നീക്കിയിട്ട് ബൈക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇതാക്കി വന്നത്. അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി. കുറച്ച് ദൂരം എൻ്റെ പിന്നാലെ വന്നപ്പോഴേക്കും അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ നിലവിളി കേട്ടിട്ട് ഡോറ് തുറന്ന് നിന്നിട്ട് വാടാ കയറാമെന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്രയധികം നാളുകളായില്ല ഇവിടെ ഇങ്ങനെ കാട്ടാന ശല്യം ഉണ്ടായി തുടങ്ങിയിട്ട്. അതായത് പ്രധാനപ്പെട്ട ചേലക്കരയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതയുണ്ട്. ആ സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം മീറ്ററുകൾ മാത്രമേ ഉള്ളൂ, 50 മീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ ഞാൻ ഈ നിൽക്കുന്ന ഒരു ഇടത്തേക്ക്. ഇവിടെ ഇന്നലെ ദേശീയപാത സംസ്ഥാന പാത ഉപരോധിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു. നിങ്ങൾ ഈ ഇവിടെയുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ്. പക്ഷേ ഇത്രത്തോളം രൂക്ഷമായിരുന്നില്ല ഇവിടെ കാര്യങ്ങളിലെ. അല്ല, രൂക്ഷമായിരുന്നില്ല എന്നല്ല, ഒരു വർഷത്തിലധികമായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് പരാതിപ്പെടാറുണ്ടായിരുന്നു. ഈ പരാതിക്കൊന്നും യാതൊരു വിധത്തിലുള്ള പരിഹാരമില്ല. ഫോറസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇല്ല, ഫോറസ്റ്റുകാർ വിളിച്ചു കഴിഞ്ഞാൽ ആന ഏത് സൈഡിലാണെന്ന് ചോദിക്കും. അവർ വരുമ്പോഴേക്കും ആന കയറിപ്പോവും. അടുത്ത ആന വരുമ്പോഴേക്കും നമ്മൾ ഇവരെ വിളിക്കും. നമുക്ക് ഇവിടുന്ന് എങ്കക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 കിലോമീറ്റർ ദൂരെ നിന്ന് വേണം ഫോറസ്റ്റുകാർക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നത്, അത് അടച്ചിട്ടിരിക്കുകയാണ്, പ്രവർത്തിക്കുന്നില്ല. ഇന്നലെ അത് തുറക്കാമെന്നുള്ള വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നലെ റോഡ് ഉപരോധിച്ചപ്പോഴാണ് ഇവർക്കൊക്കെ പൊള്ളിയത്. കാരണം പൊതുജനത്തിനെയും കൂടിയും ഈ വിഷയം ബാധിച്ചപ്പോൾ പോലീസ് ഇവിടെ എത്തി, ഫോറസ്റ്റ് എത്തി, DFOന്റെ പ്രതിനിധി എത്തി, എല്ലാവരും എത്തി ഞങ്ങളോട് സംസാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും റോഡ് ഉപരോധിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പുറകിലോട്ടില്ല. കാരണം ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്തിൻ്റെ അധികാരികളോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ MLA യോ MP യോ ഇതുവരെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊന്നും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് തന്നെയാണ്. റോഡ് ഉപരോധിച്ചാലേ ഇനി ഇവിടേക്ക് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ളെങ്കിൽ റോഡ് ഉപരോധിക്കാൻ തന്നെയാണ് തീരുമാനം. നിരന്തരമായിട്ട് ഞങ്ങൾ സമരരംഗത്തുണ്ടാവും. ഇവിടെ പ്രതിഷേധം ഉണ്ടായാൽ മാത്രമേ നടപടിയുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് നിലവിലുള്ളത്. അത് എന്തായാലും അങ്ങനെയല്ല വേണ്ടത്. ഇവിടുത്തെ ആളുകൾക്കൊരു ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. ഇന്നിപ്പോൾ ഈ സംഭവത്തിലൊക്കെ തന്നെ ഈ കാണുന്നതൊക്കെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. കൃഷിനാശം സ്ഥിരമായി ഇവിടെ ഉണ്ടാകുന്നു. ആളുകൾക്ക് സ്വൈര്യമായി രാത്രിയും പകലും ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വേണം എത്തിക്കാൻ എന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത്. ആനയെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് തുരത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികൾ പ്രകാരം കൃത്യമായി ഇവിടേക്ക് ആളുകൾക്ക് സുരക്ഷിതമാക്കുന്ന രീതിക്കുള്ള ഒരു പരിഹാരം, അതാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്.